കാലവർഷക്കെടുതിയിൽ കൊല്ലം കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യുതി മുടങ്ങി. തുടർച്ചയായി പ്രവർത്തിച്ചതിനാൽ ജനറേറ്ററിലെ ഇന്ധനവും തീർന്നു. 2 ഗർഭിണികളെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ജനറേറ്റർ പ്രവർത്തിപ്പിക്കാനുള്ള നടപടി ആരംഭിച്ചുവെന്ന് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. മനോജ് ചേരുന്ന വിവരങ്ങളുമായി. മനോജ്, ആശുപത്രി പോലെയുള്ള ഇടങ്ങളിലൊക്കെ പെട്ടെന്ന് തന്നെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കേണ്ടതാണ്. പക്ഷേ എന്താണ് സംഭവിച്ചത്? തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കുണ്ടറ താലൂക്ക് ആശുപത്രിയിലാണ്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ഈ വൈദ്യുതി മുടങ്ങിയത്. അതായത് സാധാരണയായി വൈദ്യുതി മുടങ്ങാറുള്ളതാണ്. എല്ലാ ആശുപത്രികളിലും അതിനുവേണ്ട ജനറേറ്റർ സംവിധാനം പ്രവർത്തിക്കണം. എന്നാൽ ഇവിടെ അത്തരത്തിൽ ജനറേറ്റർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇന്ധനം തീർന്നതാണ് കാരണമെന്നാണ് പറയുന്നത്. അത് കാരണം ഇന്ന് രാവിലെയോടുകൂടി ഇവിടെ നിന്നും 2 ഗർഭിണികളെയാണ് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നത്. കാരണം അതിനുവേണ്ട സംവിധാനങ്ങളില്ല എന്നുള്ളതാണ്. വൈദ്യുതി മുടങ്ങി എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ആശുപത്രിയുടെ പ്രവർത്തനം തന്നെ അവതാളത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ വൈദ്യുതി മുടങ്ങിയതിന് കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇന്ധനം വാങ്ങാനുള്ള പണമില്ല എന്നുള്ളതാണ് അറിയുന്നത്. കാരണം പണം നൽകിയാൽ മാത്രമേ ഇന്ധനം കിട്ടുകയുള്ളൂ. അത്തരത്തിൽ പമ്പുടമ പണം നൽകാത്തത് കൊണ്ട് ഇന്ധനം നൽകിയില്ല എന്നും പിന്നീട് അതിനുവേണ്ട നടപടികൾ സ്വീകരിച്ച് വരികയാണെന്നുമൊക്കെയാണ് അധികൃതർ അറിയിക്കുന്നത്. അതേസമയം തന്നെ പ്രതിഷേധവുമായി ഇവിടെയുള്ള ജനങ്ങളും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ ആശുപത്രി അധികൃതരൊക്കെ പറയുന്നത് ഇക്കാര്യമാണ്. നിരവധി ആളുകളാണ് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതല്ലേ ഇവിടെ? അല്ല, ഇവിടെ ഇതൊരു തികഞ്ഞ അനാസ്ഥയിലേക്കാണ് ഈ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം ഇപ്പോൾ നടക്കുന്നത്. നിരവധിയായ കാര്യങ്ങൾ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന നിരവധിയായ വിഷയങ്ങൾ ഈ ആശുപത്രിയിൽ നടക്കുന്നുണ്ട്. ഇത് പലതവണ നമ്മൾ സൂപ്രണ്ടിൻ്റെ അടുത്ത് ഞാനും ജനപ്രതിനിധികളായ ഞങ്ങളെല്ലാം പലതവണ ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടും അതിനൊന്നും പരിഹാരം ഉണ്ടാകാത്ത സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ ഇതാണ് സ്ഥിതി. ഇവിടെ കറണ്ടില്ല, ജനറേറ്റർ പ്രവർത്തിക്കുന്നില്ല. അതിന് ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഇപ്പോൾ നിലവിൽ ഈ സ്ഥാപനം. ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അവിടെ ഭരണസമിതിയിലുള്ള ആളുകളോട് ചോദിക്കുമ്പോഴും അവരും തികഞ്ഞ നിരുത്തരവാദിത്വപരമായിട്ടാണ് അവരും പെരുമാറുന്നത്. ഈ സർക്കാരിന് മറ്റെല്ലാ പരിപാടികളും നടത്താനൊക്കെ പണമുണ്ട്. പക്ഷേ ഈ ആശുപത്രി പോലുള്ള ആരോഗ്യ മേഖലയിൽ പണം ചിലവഴിക്കാൻ വലിയ മടിയാണ്. പ്രസവിക്കാനായി വേദനയെടുത്തിരിക്കുന്ന സഹോദരിമാരെ ഈ ആശുപത്രിയിൽ നിന്നും കൊണ്ടുപോകുന്ന ഒരു ദയനീയമായിട്ടുള്ള സാഹചര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതെന്തിൻ്റെ പേരില? ജനറേറ്ററുണ്ട്, പക്ഷേ ജനറേറ്ററിനകത്ത് ഒഴിക്കുവാനുള്ള ഡീസൽ ഇല്ലാത്തതിൻ്റെ പേരിൽ ഡീസൽ ഇപ്പോൾ നമുക്ക് കറണ്ടില്ലാത്ത സാഹചര്യത്തിലാണ് ഇപ്പം ഡീസൽ ഇപ്പോൾ അത്യാവശ്യമായിട്ട് വരുന്നത്. അതിന് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത്, നേരെ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ ബ്ലോക്ക് പഞ്ചായത്തും ഉത്തരവാദിത്തത്തോടു കൂടി പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ അവരുടെ ഉത്തരവാദിത്ത കുറവാണ് ഇവിടെ പ്രകടമാകുന്നത്. സാധാരണക്കാരന് ചികിത്സ നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തുന്നത് സാധാരണക്കാരന് ചികിത്സ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്ന്.